ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. എൻ്റെ സൗണ്ട് ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. നിങ്ങൾക്ക് തോന്നും ചില ആളുകൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നു എന്ന് തോന്നും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നു എന്ന് തോന്നും. എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് നടക്കാനായിട്ട് കാരണം? അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് എനിക്ക് ആരായി തീരണം എന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്കും അതുപോലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും. ഇതാരും നമുക്ക് കൊണ്ട് കയ്യിൽ തരുന്നതല്ല, ആരും നടത്തി തരുന്നതൊന്നുമല്ല. നമ്മുടെ മനസ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കൂടിയാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അതുപോലെ വിചാരിച്ച ആളുകൾക്കൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ഞാൻ നോർത്ത് പറവൂരിലെ ഒരു ഗ്രാമത്തിൽ കിടന്ന് വളർന്നിരുന്ന ഞാൻ ഇപ്പം ഇവിടെ വന്നെത്തണമെങ്കിൽ എനിക്ക് നേരത്തെ മുതൽ ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് മുതലേ ഇതുപോലുള്ള വഴികളും സ്ട്രീറ്റുകളൊക്കെ ഞാനിവിടെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. അതിലൂടെ ഞാൻ നടക്കുന്നതും ഇവിടെയൊക്കെ സഞ്ചരിക്കുന്നതും ഇവിടെ താമസിക്കുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ആ സ്വപ്നത്തിലൂടെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളിൽ നിങ്ങൾ തൃപ്തരായിരിക്കുക. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡിനെ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഭാവിയിൽ ഇതേക്കാൾ കൂടുതൽ നേടണം, എന്ത് നേടണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് തന്നെ. നല്ലൊരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നലെ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ വാട്സാപ്പ് മെസ്സേജിലൂടെ ചോദിച്ചത്, നമ്മൾ ഇപ്പോൾ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കാനായിട്ട് അതിലെ എല്ലാ സ്കിൽസും എക്സ്പീരിയൻസിലും എങ്ങനെ ചേർക്കാൻ പറ്റുമെന്ന്. അതായത് പലതും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കതില്ലല്ലോ എന്ന് നമുക്കിവിടെ തോന്നും. അത് അപ്പം മുഴുവൻ ചേർക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. നമുക്കില്ലാത്ത എക്സ്പീരിയൻസ് അതിലെങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങളത് മൊത്തത്തിൽ വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ CVയിൽ ചേർക്കുക. അത് അത്യാവശ്യമാണ്. കാരണം ഇത് മെഷീനാണ് നിങ്ങളുടെ ഈ CV ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ATS ഫ്രണ്ട്ലി CV ആണെങ്കിൽ ആ ചെക്ക് ലിസ്റ്റിൽ നിങ്ങളിവിടെ പെടും. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയേ തീരൂ. അപ്പോൾ ഇപ്പോൾ ഒരു സ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആ ജോലിക്ക് എന്തെല്ലാം സ്കിൽസ് വേണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് മൊത്തം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെനിക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന്, ഈ സ്കിൽ എനിക്കില്ലല്ലോ എന്നും തോന്നാം. പക്ഷെ അത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിലൂടെ ആഡ് ചെയ്യാം. എന്നാലേ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലുള്ളൊരു CV വേണം നിങ്ങൾ തയ്യാറാക്കാൻ. ഇനി അതല്ല, ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ജോബ് സീക്ക് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അവരിവിടെ ജോലി നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇല്ലാത്ത എക്സ്പീരിയൻസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അവർ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ചില പ്രൊജക്ട്സ് മാത്രം അതിലൂടെ കാണിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ പുറത്തു നിന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആവാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അത് ചേർത്തോളാം. ഇവിടെ എല്ലാ ജോലിക്കും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ചിലപ്പോൾ അത് 2 ആഴ്ചയായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും. അപ്പോൾ ആ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്താൽ മതി. വിത്ത് സാലറി ആയിരിക്കും ആ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ജോലി കിട്ടി വന്ന് അതിൽ എക്സ്പീരിയൻസ് അവർ തന്നെ തന്നിട്ടാണ് നിങ്ങളോട് ജോലി ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ചേർക്കാനായിട്ട് ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ആ ജോബ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സ്കിൽസും നിങ്ങളുടെ CVയിൽ കൂടി ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് അവരോട് പറയേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് പല കോഴ്സുകളുണ്ട്. അപ്പോൾ അതുപോലുള്ള ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ CVയിൽ കാണിക്കുകയും ചെയ്യാം. നിങ്ങളിപ്പോഴും ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ തൽപരരാണെന്ന് എംപ്ലോയേഴ്സിന് തോന്നും. അപ്പോൾ അത് അവരെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളൊക്കെ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ. അത് നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരു 80% വരെ സഹായിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക. പിന്നെ അത് കൂടാണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന്. ആ ലിങ്ക്ഡിൻ പ്രൊഫൈല് ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് എംപ്ലോയർ നിങ്ങളോട് താല്പര്യം തോന്നി ജോലി നിങ്ങൾക്ക് വിളിച്ച് അങ്ങോട്ട് തരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അപ്ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നും അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. ഇതൊക്കെ മറക്കാണ്ടിരിക്കുക കേട്ടോ. പിന്നെ CV തയ്യാറാക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് പോലും പാടില്ല. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും എംപ്ലോയേഴ്സിന് അത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ റെസ്പോൺസീവ് ആണെന്നാണ് അതിൽ നിന്നിവിടെ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും ജോലി കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വീണ്ടും ഡബിൾ ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മറ്റൊരാളെ കൊണ്ട് കൂടി ചെക്ക് ചെയ്യിച്ചിട്ട് വേണം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ, ആ CV അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവരൊന്നും അല്ല കേട്ടോ. അതിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ജോലി ചെയ്ത് അത്യാവശ്യം സംസാരിക്കാനൊക്കെ അറിയാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സായിപ്പന്മാരായിട്ട് ഇങ്ങോട്ട് വരണമെന്നൊന്നും ആരും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി. ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പോൾ അവരോടൊക്കെ സംസാരിക്കേണ്ട ചില കോമൺ സെൻറ്റൻസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് അതൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് എന്തൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നിയമങ്ങൾക്കൊക്കെ കുറച്ച് അയവ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഓരോ ഇയർ ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ്. ഈ ഗവൺമെൻറ് ചേഞ്ച് വന്ന സമയത്ത് അവർ ഇവിടെ ജോലിക്കാരെ കിട്ടാതെ ഒരു സ്കേഴ്സിറ്റി വന്ന അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രിക്ട്നെസ് ഒക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ 2026 ജോബ് സീക്കേഴ്സിന് നല്ലൊരു വർഷമായിരിക്കുമെന്ന് എനിക്കിവിടെ തോന്നുന്നു. ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, വിസയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, വിസ റൂൾസിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇമിഗ്രേഷൻ്റെ സൈറ്റ് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ന്യൂസിലൻഡിലേക്കല്ല ഓസ്ട്രേലിയയിലേക്കാണെങ്കിൽ PR എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ആ വെബ്സൈറ്റിൽ പോയിട്ട് അസസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും PR-ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ക്രിയേഷൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും നഴ്സുമാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ്സിന് ധാരാളം ഒഴിവുകളുള്ളതായിട്ട് കണ്ടു. അപ്പോൾ ആ ജോലികൾക്കൊന്ന് പ്രത്യേകം അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ന്യൂസിലൻഡിലേക്കാണെങ്കിൽ കുറച്ച് അവസരങ്ങൾ കുറവാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ അവസരങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ന്യൂസിലൻഡിലേക്ക് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇന്നിവിടെ ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. 2 ദിവസം ഭയങ്കര ചൂടായിരുന്നു. അതിന് മുമ്പ് നല്ല മഴയായിരുന്നു. ഇവിടെ സമ്മർ കഴിഞ്ഞു, തൊട്ടടുത്ത് ഓട്ടമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിൻ്റർ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സമ്മറിൽ കാര്യമായ ചൂടൊന്നും ഉണ്ടായില്ല. വിൻ്ററിൽ അതുപോലെ തന്നെ തണുപ്പുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് ക്ലൈമറ്റൊക്കെ എല്ലായിടത്തും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു ഓർത്ത് നിങ്ങൾ വരാണ്ടിരിക്കണ്ട. ആവശ്യത്തിന് തണുപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് മനസ്സിലെപ്പോഴും ആഗ്രഹമുണ്ടായിരിക്കുക. ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നല്ലൊരു ഫ്യൂച്ചർ നേടിയെടുക്കാനായിട്ട് നോക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പോയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. ആ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാനത് റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു, ബൈ.